തണുപ്പ് അധികം തോന്നുന്നുണ്ടോ അവിടെ? ഇല്ല. ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോ ലഡാക്ക് പോയിട്ടുണ്ട്. കൊല്ലം മുഴുവൻ മഞ്ഞ്. ഐസ് ചൂടാക്കിയിട്ട് വേണം വെള്ളം കുടിക്കാൻ. ഇവിടെ തനിച്ച് താമസിച്ചാൽ ഭ്രാന്ത് പിടിക്കും. ഉറക്കം വരാൻ രാത്രി കുടിക്കും. അധികാവില്ല. 1-2 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാപ്പിയും കുരുമുളകും കിട്ടും. അതുവരെ കുറച്ച് അധ്വാനിക്കണം. ഉണ്ടില്ലേ? ഇല്ല. ഉണ്ടോ? പന്നിയിറച്ചി നന്നായിട്ടുണ്ട്. എനിക്കിനി ഒന്നും വേണ്ട. ചെക്കനെ കൊടുത്തേക്ക്. അവന് നെല്ലിട്ട് മുറി കിടന്നോട്ടെ. എനിക്ക് ഇറച്ചി വേണോ? കാട്ടുപന്നിയുടെ ഇറച്ചി. കിടക്കാറാവുമ്പോ അടുക്കള വാതിൽ അടക്കണം. നല്ല തണുപ്പുണ്ടോ? ഇതുകൊണ്ട് പൊതിച്ചോളൂ. കിടക്കാറായില്ലേ മാളു? കുടിക്കാതിരി വെള്ളം എടുത്തോളൂ. അവിടെ വെച്ചോളൂ. ചെക്കൻ സ്റ്റോർ മുറി കിടക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ ഉറങ്ങിക്കോളൂ. ഓപ്പോളും എടുക്കണില്ലേ? ഇപ്പൊ വരാം. നീ ഉറങ്ങിക്കോ. അടുക്കളയിൽ പാത്രം കഴുകിയിട്ട് വരാം. വേഗം വരുവാ. ഉറങ്ങിക്കോ. വാതിലടച്ചേക്കും. ആർമിയിലാവുമ്പോ ഞങ്ങൾക്ക് കോട്ടയുണ്ട്, റമ്മ്. ഇത് ഞാൻ തന്നെ പറഞ്ഞ് വാറ്റിച്ച സാധന. തണുപ്പിന് നല്ലതാ. തേനും കൂട്ടി ഒരു അവൻ അടിക്കണോ? ഇപ്പോഴത്തെ ബുദ്ധിമുട്ടൊന്നും സാരില്ല. 2 കൊല്ലം ഞാനിത് ബംഗ്ലാവാക്കും.
നാണാവുന്നു. ഓ ലക്ഷാർച്ചന പൂജ നടന്നതറിഞ്ഞില്ല പുഷ്പാർച്ചനയുടെ തിരക്കുമൂലം. ലക്ഷാർച്ചന പൂജ നടന്നതറിഞ്ഞില്ല പുഷ്പാർച്ചനയുടെ തിരക്കുമൂലം. പ്രേമ പുഷ്പാർച്ചനയുടെ തിരക്കുമൂലം. അവിവേകി പെണ്ണിന്റെ അപരാധമോ അയ്യോ അപ്പു വാതിൽ തുറക്കൂ. ഒപ്പല്ലേ എനിക്ക് പേടിയാണോ? ഒപ്പല്ലേ 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 എനിക്ക് പേടിയാണോ? ഒപ്പല്ലേ വാതിൽ തുറക്കൂ. ഒപ്പല്ലേ 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 എനിക്ക് പേടിയാണോ? ഒപ്പല്ലേ എന്നെ പുലി പിടിക്കാൻ വന്നോ? ഒപ്പല്ലേ ഒപ്പല്ലേ എവിടേക്ക് എന്നെ വിട്ടിട്ട് പോയത്? അപ്പു സ്വപ്നം കണ്ടതോ? ഓപ്പോൾ ഇവിടെ ഇല്ലേ? എന്തിനാ പേടിക്കുന്നത്? ഇവൻ താഴെ പായ വിരിച്ച് കിടന്നോട്ടെ. ഒറ്റയ്ക്ക് കിടന്ന ശീലമില്ല. അതൊരു ശീലാക്കണ്ട. ആകണം. എന്താ ഉച്ചക്ക് കഞ്ഞി മതി. അവറ്റയും കൊടുക്കണ്ടേ? ചെക്കനെവിടെ? അപ്പു പുറത്ത് കളിച്ചു നടക്കുമോ? നീ ഉണ്ടോ? പിന്നെ മതി. കൊച്ചാമ്പ്രാട്ടി വന്നപ്പോഴേ ഏന് ചോറ് കിട്ടിയാള്. എളാമ്പ്രാട്ടി നല്ല മുട്ട മണി പോലുള്ള. മാളുവോ? ഓ ചില്ലാൻ അവിടെ ഉണ്ട്. ഉപ്പോ മുളകോ അടുക്കളയിലേക്ക് എന്താ വേണ്ട വെച്ചാൽ നമ്പി വിട്ട് വാങ്ങിച്ചോ. പിന്നെ കൃത്യം കണക്ക് നോക്കണം. ചെക്കന്മാർ അളവ് കുറച്ച് വാങ്ങി കാശ് വെക്കും. കൈ ഉളുക്കി. ഞാൻ പോണു. നിക്കോ, അവര് കഴിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇരിക്കൂ. വയ്യാത്തടുത്ത് ഇനി കൈ ഇളക്കി പണിയെടുക്കണ്ട. കൂടെ പണിയെടുത്തില്ലെങ്കിൽ മേലെ ഇറങ്ങാണ്ട് അവറ്റ തട്ടിമുട്ടി നിന്നു. സാരില്ല.
പണക്കാരൻ ചെക്കൻ തിരിയാനും അറിയാനും സമ്മതിക്കില്ല. പിന്നെ കാപ്പി. ആരാ? ജോസഫോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എന്നാ വിശേഷമാ? എന്നാ കപ്പ നടന്നേ? ഏറിപ്പണി കഴിയട്ടെ. പന്തിയുടെ ശല്യം ഉണ്ടോ? ഇല്ല. എന്നാലും പെണ്ണുകെട്ടി വന്നപ്പോ ഞങ്ങളെയൊക്കെ ഒന്ന് ക്ഷണിക്കാതെ മോശമായി കേട്ടോ. അതിനുള്ള സൗകര്യം ആയിട്ടില്ല ജോസഫേ നമ്മുടെ വീട്ടില്. കുറച്ച് കഴിയട്ടെ, വിളിക്കും. എന്നാ ഭാര്യയും കൂട്ടി എന്റെ വീട്ടിലോട്ട് വാ. ഞങ്ങളുടെ വക ഒരു സദ്യ തരാം. എന്റെ ഭാര്യയുണ്ട്, ഔസേപ്പച്ചന്റെ ഭാര്യ പെമ്മക്കള് തൊട്ട് അപ്പുറത്തുണ്ട്. കാട്ടുമുക്കിൽ ഒറ്റ കഴിയുമ്പോ അവർക്കൊരു കമ്പനി വേണ്ടായോ? അവൾക്ക് അവിടെ ധാരാളം പണിയുണ്ട്. ഞാൻ വരട്ടെ. അങ്ങനെയാട്ടെ. കമ്പനി കൂടാൻ കണ്ട ഒരാളെ അതിന് കുറച്ച് നേരാവും. ചെക്കന് കളിക്കാൻ തോക്കല്ലാതെ മറ്റൊന്നും കണ്ടില്ലേ? എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്കറിയില്ല. ചവിട്ടി എല്ലും മുഴുവനായി നോക്കും. റാസ്കൽ. ഈ ചെക്കനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. തോക്കെടുത്തിട്ടാ കളി. കള്ളയില്ലാത്ത കുട്ടി അയച്ചിട്ട് അധികം ലാളിക്കരുത്. നാളെ തന്നെ കൊണ്ടുപോയി വീട്ടിലാക്കാം. കാലത്ത് പുറപ്പെടാം. നാളെ തന്നെ പൊക്കലേ. നാളെ പോവാൻ പറ്റില്ലല്ലോ. നാളെ നോക്കുന്ന ആള് വരും. മറ്റന്നാളാവാം. എന്നെ ആരും ലാളിച്ചിട്ടില്ല. രണ്ടാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു. അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. ഇളയമ്മ തരം കിട്ടുമ്പോഴൊക്കെ എന്നെ തല്ലും. അവരുടെ കുട്ടിയേക്ക് ചോറ്, എനിക്ക് കഞ്ഞിയുടെ വെള്ളം. 8ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ കള്ളവണ്ടി കയറി. 10 ഏക്കർ മണ്ണുണ്ട്. കൈത്തണ്ടയ്ക്ക് നല്ല ബലവും. എന്നെ ലാളിച്ച് വഷളാക്കിയിരുന്നെങ്കിൽ ഞാൻ പട്ടാളത്തിലും പോവില്ല, ലോകവും കാണില്ല. കഷ്ടപ്പെട്ടവരെ നന്നാവൂ. 2 കൊല്ലം കഴിയട്ടെ, നീ നോക്കിക്കോ. അപ്പ കാണാം നമ്മുടെ എസ്റ്റേറ്റിന്റെ പവർ. അല്ല, നിന്റെ ജോലി കഴിഞ്ഞില്ലേ? ഞാനിതപ്പോ വരാം. എന്നാ വാ.